സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, 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 ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഗീതാസാരം എന്ന സത്സംഗത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, വളരെ സമയം, നമ്മളിപ്പോൾ സാധാരണ ദിവസങ്ങളിലൊക്കെ 35 മിനിറ്റ് 40 മിനിറ്റൊക്കെ നീളുന്നുണ്ട്. 20 മിനിറ്റാണ് നിജപ്പെടുത്തിയതെങ്കിലും ചില വിഷയങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ അത് പെട്ടെന്ന് നിർത്തിയിട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും അല്പം നീണ്ടു പോകാറുണ്ട്. അത് സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി ഞാൻ സമയം ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്, ഇന്നലെ ഞാൻ പറഞ്ഞു, മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗീതയെ സമീപിക്കുന്ന രീതിയാണ് ഏറ്റവും ഉചിതമായത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് ആദിശങ്കര ഭഗവത്പാദാചാര്യരും മറ്റ് ഭാഷ്യകാരന്മാരും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ കേവലം ദാർശനികമായി ഗീതയെ വെറും ദർശനമെന്ന നിലയിൽ ആത്മീയമായ വ്യാഖ്യാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് കാണുന്ന രീതിയും തെറ്റല്ല. പക്ഷേ ചരിത്ര വസ്തുത മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഗീതയിലെ പല അർജുനൻ്റെ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അർജുനൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള നമ്മുടെ രീതിയാണ്. പക്ഷേ യുദ്ധമുഖത്ത്, അതായത് എല്ലാത്തിനും തയ്യാറെടുത്ത് വന്ന് നമ്മൾ യുദ്ധം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം, ശംഖനാദം മുഴക്കിയതിന് ശേഷം സംശയം വരിക എന്ന് പറയുമ്പോൾ അത് തനിക്ക് മാത്രമുള്ള വിഷമമല്ല, തന്നെ വിശ്വസിച്ച് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ചതിക്കുന്നതിന് തുല്യമാണ്. അവരെല്ലാവരും തന്നെയും അർജുനൻ്റെ ശക്തിയെ അവലംബിച്ച് അർജുനൻ്റെ ക്യാപ്റ്റൻസിയിൽ വിശ്വസിച്ചുകൊണ്ട് വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ ഇവിടെ സൂക്ഷ്മമായ ചില പ്രശ്നങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഗീത പഠിക്കാൻ തുടങ്ങാൻ. ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആളുകളും ഗീതയെ കേവലം ആത്മീയ ശാസ്ത്രമായിട്ടാണ് കാണുന്നത്. അത് തെറ്റാണ്. ഭഗവത്ഗീതയ്ക്ക് ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ശക്തിയുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരുവൻ എല്ലാം ഉപേക്ഷിച്ചാലും, അവൻ എന്തൊക്കെ ഉപേക്ഷിച്ചാലും അവൻ്റെ കയ്യിലൊരു ഗീതാ പുസ്തകം ഉണ്ടാവും, അത് അവന് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ഈ ബംഗാളി ഭാഷയിൽ ഈ ത്യാഗി എന്നതിനെ താഗി എന്നാണ് പറയുക. അപ്പോൾ രാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ഗീത എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞാൽ ത്യാഗി 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 എന്നാണ്. ത്യാഗത്തെ പഠിപ്പിക്കുന്ന സന്യാസിയുടെ കയ്യിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഗീതയാണ്. മറ്റേതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉപേക്ഷിച്ചാലും, മറ്റെന്തെല്ലാം സാധനങ്ങൾ ഉപേക്ഷിച്ചാലും അയാളുടെ ഗീതാ ഗ്രന്ഥത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് രാമകൃഷ്ണദേവൻ പറയാറുണ്ട്. അത്
ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ഭഗവത്ഗീതയ്ക്ക് എഴുതിയ ഭാഷ്യങ്ങളിൽ ഏറ്റവും മികച്ചത് ആദിശങ്കര ഭഗവത് പാദാചാര്യരുടേതാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യം തുടങ്ങുന്നത് തന്നെ ഭഗവാൻ എപ്പോഴാണോ, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എപ്പോഴാണോ ശബ്ദിച്ചു തുടങ്ങുന്നത്, യുദ്ധമുഖത്ത് ഭഗവാൻ എപ്പോഴാണോ സംസാരിച്ചു തുടങ്ങുന്നത്, അപ്പോൾ മാത്രമാണ് സത്യത്തിൽ ഗീതയ്ക്കു ഭാഷ്യം എഴുതിയിരിക്കുന്നത്. ആദിശങ്കര ഭഗവത് പാദാചാര്യ 1-ാമത്തെ അധ്യായം പൂർണ്ണമായും വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അർജുന വിഷാദ യോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന അർജുന വിഷാദ യോഗം എന്നൊക്കെയുള്ള പേരുകൾ, അതായത് 18 അധ്യായത്തിനും 18 പേരുകൾ കൊടുത്തതൊക്കെ പിൽക്കാലത്താണ്. വ്യാസാചാര്യർ അങ്ങനെ ചെയ്തിട്ടില്ല. ഏതോ മഹാനായ മറ്റൊരു വ്യക്തിയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഓരോ അധ്യായത്തിനും ഓരോ പേര് പിൽക്കാലത്ത് കൊടുക്കപ്പെട്ടതാണ്. ഗീതയുടെ ഒറിജിനൽ ആയിട്ട് വന്ന സമയത്ത് വ്യാസാചാര്യർ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കിയിട്ടില്ല. ഓരോ അധ്യായത്തിനും ഇന്ന പേര്, അർജുന വിഷാദയോഗം, സാഖ്യയോഗം, കർമ്മയോഗം, അങ്ങനെയൊന്നും പേരിട്ടിരുന്നില്ല. ആ പേരുകളൊക്കെ പിന്നീട് ഏതൊരു മഹാത്മാവ് ഗീതയെ പഠിച്ച് ഗീതയുടെ സാങ്കത്യം മനസ്സിലാക്കി ഗീതയ്ക്ക് നിത്യജീവിതത്തിലുള്ള ആപ്ലിക്കേഷൻ മനസ്സിലാക്കിയ ശേഷം ഓരോ ചാപ്റ്ററായിട്ട് തിരിച്ചതാണ്. ആ പേരുകളെല്ലാം തന്നെ അന്വർത്ഥങ്ങളാണ്, വളരെ ഉചിതങ്ങളുമാണ്, യുക്തവുമാണ്, സംശയമില്ല. പക്ഷേ അത് ഒറിജിനലിൽ, അതായത് മഹാഭാരതത്തിൽ അന്തർഗതമായിരിക്കുന്ന ഗീതയിൽ അത്തരം പേരുകൾ തിരിച്ചിട്ടല്ല ഭഗവത്ഗീത ഉള്ളത്. അത് മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു അവലംബം വേണം. ഗീത പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഏത് ഗീതാ ഗ്രന്ഥം വാങ്ങുന്നതാണ് നല്ലതെന്ന് ചോദിച്ചു. ഭഗവത്ഗീത പഠിക്കണം, പക്ഷേ ഏത് ഗ്രന്ഥം വാങ്ങി പഠിക്കണം എന്ന് പലരും ചോദിച്ചു. അപ്പോൾ മലയാളികളാണെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് സ്വാമി ചിന്മയാനന്ദൻ്റെ ദ ഹോളി ഗീത എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷ മലയാളത്തിൽ ലഭിക്കും. ചിന്മയാ മിഷൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ചിന്മയാ മിഷൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ബുക്ക് സ്റ്റോൾ ഉണ്ടാവും. ആ ബുക്ക് സ്റ്റോളിൽ പുസ്തകശാലയിൽ ചിന്മയാനന്ദ സ്വാമികളുടെ ഗീത ഗ്രന്ഥം കിട്ടും. ചിന്മയാനന്ദ സ്വാമികൾ, അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം 1947 ശേഷം നമുക്ക് ഒരു പൊതു ലക്ഷ്യം നഷ്ടപ്പെട്ടു. അതായത് 47 വരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നൊരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് പൊതുവേ ഉള്ളൊരു അസുഖം അഗ്നിമാന്ദ്യമാണ്. ആയുർവേദത്തിൽ പറയും അഗ്നി കെട്ടുപോകുക എന്ന് പറയും ശരീരത്തിൽ. ഇപ്പോൾ ദഹനം ഉണ്ടാവില്ല, എന്ത് കഴിച്ചാലും അജീർണമായി പോകും, ദഹിക്കില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഹിന്ദുക്കൾക്കുണ്ട്. എല്ലാം വാരി തിന്നും. ഭാഗവത സത്രങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നിടത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്, അന്നും ഇന്നും. രാമലീല നടക്കുമ്പോൾ സൂചി കുത്താനിടയില്ലാത്ത അത്ര ആളുകൾ തിരക്ക് കൂടും. ഇങ്ങനെ എല്ലാ ഭക്തി ഗ്രന്ഥങ്ങളും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അന്നും ഇന്നും ഹിന്ദുക്കൾ. ക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ഹിന്ദുവിന് ഒരു ഐക്യബോധമോ ലക്ഷ്യബോധവും ഇല്ല എന്നുള്ള വലിയ പോരായ്മയുണ്ട്. അതിന് കാരണം ഈ ദഹിക്കാത്ത അറിവാണ്. അഗ്നികെട്ട ശരീരവും മനസ്സുമാണ് ഹിന്ദുവിനുള്ളത്. അഗ്നി ഉണർത്താൻ വേണ്ടി ആണ് നമ്മോട് പൂർവികർ പറഞ്ഞത് രാമനാമം ജപിക്കൂ, രാമായണം പഠിക്കൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അഗ്നി ഉണർത്താനാണ്. നമ്മുടെ ഉള്ളിൽ അഗ്നി ഉണർന്നില്ലെങ്കിൽ എന്ത് തന്നെ അറിവ്, എത്ര തന്നെ വലിയ ആചാര്യൻ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നാലും അത് ദഹിക്കില്ല. നമ്മൾ വിചാരിക്കും, ഓ ഗീത ഞാനിത് കേട്ടതാണ്, ഓ രാമായണം ഞാനിത് പഠിച്ചതാണ്, ഓ അത് ഞാനിത് പഠിച്ചതാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചതാണോ കേട്ടതാണെന്ന് വിചാരിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ അഗ്നി ഇല്ലെങ്കിൽ, അതായത് ഇതൊക്കെ ദഹിപ്പിക്കാൻ പാകമായ തപോബലമില്ലെങ്കിൽ നമുക്കിതൊക്കെ അജീർണത്തിന് കാരണമായി മാറും. അതായത് നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഇത് ദഹിക്കാതെ കിടക്കും. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് സ്വാമി ചിന്മയാനന്ദൻ ഭാരതമൊട്ടുക്കും ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ദിവ്യവാണികളിലൂടെ ഗീതയുടെ സന്ദേശം നൽകി എല്ലാവരെയും, അതായത് എനിക്ക് തോന്നുന്നു ഇതര മതസ്ഥരെ പോലും ഗീത പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമുളവാക്കിയ അധ്യാപകനാണ്, മഹാനായ ഗുരുവാണ് ചിന്മയാനന്ദ സ്വാമികൾ. ചിന്മയാനന്ദ സ്വാമികളുടെ പ്രത്യേകത, അദ്ദേഹം ഗീതയെ ഏറ്റവും പുരാതനമായ അതിൻ്റെ പ്രാമാണികമായ നിലപാട് തറയിൽ നിന്ന് ഒരിക്കലും മാറാതെ തന്നെ ഏറ്റവും നൂതനമായ, ഇന്ന് 17 വയസ്സ് തികഞ്ഞൊരു കുട്ടിക്ക് പോലും ചിന്മയാനന്ദ സ്വാമികളെ കേട്ടാൽ ഇത് കൊള്ളാമല്ലോ, ഇത് പഠിക്കണമല്ലോ എന്ന് തോന്നലുണ്ടാവുമായിരുന്നു. അത്രയ്ക്ക് വശ്യമായ വചസ്സാണ്, വശ്യവചസ്സായിരുന്നു ചിന്മയാനന്ദ സ്വാമികളുടേത്. അദ്ദേഹം തപോവൻജി മഹാരാജ് എന്ന് പറയുന്ന മഹാത്മാവിൻ്റെ, ജീവൻ മുക്തനായ മഹാപുരുഷൻ്റെ ശിഷ്യനായിരുന്നു.
തപോവൻജി മഹാരാജ് എന്ന് പറഞ്ഞാൽ ആനന്ദമഗ്നനായ ഒരു എന്താ പറയുക, അങ്ങേയറ്റത്തെ ആനന്ദം ഭുജിച്ചിരുന്ന ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിനടുത്താണ് ചിന്മയാനന്ദ സ്വാമികൾ ശാസ്ത്രം പഠിക്കാൻ പോയത്. ആ ഗുരു പരമ്പരയ്ക്കൊരു മഹത്വമുള്ളതുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികളുടെ ഗീതാഭാഷ്യമാണ് ഏതൊരു സാധാരണക്കാരനും ഗീതയെ ശരിക്കും മനസ്സിലാക്കാൻ, അതിൻ്റെ മഹാഭാരത പശ്ചാത്തലത്തോടു കൂടി മനസ്സിലാക്കാൻ നല്ല ഗ്രന്ഥം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിലും ചിന്മയാനന്ദ സ്വാമികളുടെ ഗീത വളരെ മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ആംഗലേയം തന്നെ മികച്ചതായിരുന്നു. ആ ചിന്മയാനന്ദ സ്വാമികളുടെ ഗീതാ ഗ്രന്ഥം എല്ലാവരുടെ കയ്യിലും വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഏറ്റവും സൂക്ഷ്മമായ പഠനമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഏറ്റവും ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും സരളമായ ഭാഷയിൽ ഗീതയുടെ ഉന്നതമായ തത്വങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം അതാണ് ചിന്മയാനന്ദ സ്വാമികളുടെ ശ്രീമദ് ഭഗവത്ഗീത വ്യാഖ്യാനം. അതെല്ലാവരും ഒരു 500 രൂപയോ മറ്റോ വരും മാക്സിമം, എല്ലാവരും വാങ്ങി നിത്യേന പാരായണം ചെയ്യണം. വാങ്ങി വീട്ടിൽ വെച്ചാൽ പോരാ. ഹിന്ദുക്കളുടെ വീട്ടിൽ ഈ രാമായണം, മഹാഭാരതം, ഗീത ഇവയുടെയൊക്കെ സ്ഥാനം ഷെൽഫിലാണ്. അവിടുന്ന് അവർ അനങ്ങില്ല, സ്ഥിരപ്രതിഷ്ഠയാണ്. ഇടയ്ക്കൊരു കുംഭാഭിഷേകം നടക്കും രാമായണത്തിന്, അത് കർക്കിടക മാസം. അതായത് ഈ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഗീതയുടെ ഉള്ളിലാണ് ഹിന്ദുക്കൾ അവരുടെ വിലപ്പെട്ട രേഖകൾ, ഗ്യാസിൻ്റെ ഷീട്ട്, ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ആധാർ കാർഡ്, ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ്, ഇതൊക്കെ വെക്കുന്നത്. കാരണം ആരും എടുക്കില്ല, തൊടില്ല, അതുകൊണ്ട് നഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ചിന്തയിൽ ബാങ്ക് പോലെയാണ് ഹിന്ദുക്കൾ ഈ ഗ്രന്ഥങ്ങളെ കരുതുന്നത്. അങ്ങനെ പോരാ, നിത്യപാരായണത്തിന് ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥങ്ങളാണിവ. ഇവ നമ്മുടെ ആത്മീയ തലത്തെ ഉണർത്തുകയും ജീവിതത്തിനൊരു ലക്ഷ്യബോധം നൽകുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഒരു ലക്ഷ്യവുമില്ലാതെ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യം പോലുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ജനമനസ്സുകളെ ഗീതയുടെ സ്പഷ്ടമായ സന്ദേശം സ്വീകരിക്കാൻ പ്രാപ്തരാക്കിയ മഹാത്മാവായ ചിന്മയാനന്ദ സ്വാമികളുടെ ഗ്രന്ഥം നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വരാൻ സാധിക്കും. ഇവിടെ 1-ാം അധ്യായത്തെ ആചാര്യ ഭഗവത് പാദർ വിട്ടുകളഞ്ഞത് വെറുതെയല്ല. കാരണം അവിടെ ഭഗവാൻ യാതൊന്നും പറയുന്നില്ല, പറയുന്നത് മുഴുവൻ അർജുനനാണ്. പൂർവപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അർജുനൻ്റെ ചോദ്യങ്ങൾ, അർജുനൻ്റെ ആശങ്കകൾ, അർജുനൻ്റെ വിഹ്വലതകളൊക്കെ അർജുനൻ്റെ അസ്വസ്ഥമായ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ വരട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ വെൻറ്റ് കൊടുത്തിട്ട് ഭഗവാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് യുദ്ധമുഖത്ത്. എനിക്ക് തോന്നുന്നു ചരിത്രം ഒരു സമയം മാത്രം പറഞ്ഞ് പിന്നെ ഗീത തുടങ്ങുന്നതിന് നല്ലത് ഗീത തുടങ്ങിയിട്ട് ചരിത്രം കൂടി പറയുന്നതാണ്. കാരണം അപ്പോഴേ ആൾക്കാർക്ക് അത് ബോറടിക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അയ്യോ എപ്പോഴാണ് ഗീത തുടങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ യുദ്ധമുഖത്ത് ഉപദേശിക്കപ്പെട്ട വിദ്യ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, സാഹചര്യം എത്ര മനോഹരമാണ്. അതായത് നമ്മൾ പറയില്ലേ, എനിക്ക് തോന്നുന്നു മാർക്കേസിൻ്റെ ഒരു നോവലാണെന്ന് തോന്നുന്നു, കോളറ കാലത്തെ പ്രണയം എന്ന് പറഞ്ഞിട്ട്. അത് കോളറയുടെ കാലത്തെ പ്രണയം എന്ന് പറഞ്ഞ പോലെ വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ്. സെറ്റിങ്സ് അങ്ങനെയാണ്. അതായത് യുദ്ധം, മരണം, ക്രോധം, ഭയം തുടങ്ങിയതെല്ലാം ജനിപ്പിക്കുന്ന യുദ്ധമുഖത്തിൽ ഒരു തത്വശാസ്ത്ര ഗ്രന്ഥം ജനിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ മറ്റൊരു മതത്തിലും മറ്റൊരു സംസ്കാരത്തിലും ഇല്ലാത്തതാണ്. അതായത് ഏറ്റവും വിപരീതമായ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ പാഠം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത നൽകുന്നത്. ഏറ്റവും വിപരീതമായ, നമ്മുടെ കഴുത്തറുത്തു പോകുമെന്ന് ചിന്തിക്കുന്നിടത്ത് എങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാമെന്ന് ഒരാൾ കാണിച്ചു തരികയാണ്. മറ്റൊരാൾ അതിൽ ഭയന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. ഓടാൻ ശ്രമിക്കുന്നവനെ ഈ ഭയമില്ലാത്തവൻ, നിർഭയനാവൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ഓടുന്നില്ല, നീ ഓടാൻ പോകുന്നു, നീ എന്തുകൊണ്ട് യുദ്ധമുഖത്ത് ഓടാൻ പോകുന്നു, നിന്നെ എന്താണ് ഭയപ്പെടുത്തുന്നത്, എന്നെ എന്തുകൊണ്ട് ആ ഭയം ഗ്രസിക്കുന്നില്ല എന്ന് ഈ ഭയത്തെ അതിജീവിച്ച മഹാപുരുഷൻ ഭയത്തിൽ ആമഗ്നനായിരിക്കുന്ന അർജുനനോട് പറയുകയാണ്. ഇതാണ് അതിൻ്റെ സന്ദർഭം മൊത്തത്തിൽ. പക്ഷേ ഇതിനൊക്കെ ഒരു പൂർവപക്ഷം എന്ന് പറഞ്ഞ് ഉന്നയിച്ചിരിക്കുകയാണ് അർജുനൻ. അതായത് യുദ്ധത്തിനെതിരെ എന്തൊക്കെ നമ്മൾ പറയുമോ, പൊതുവെ യുദ്ധം നടക്കണ്ട എന്ന് കരുതി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുമോ, ആ കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു അധ്യായത്തിൽ മുഴുവൻ അർജുനൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അർജുനനെ സംബന്ധിച്ച് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആശങ്ക വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കും
അർജുനൻ ആദ്യമായിട്ടാണ് 1-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അടുത്ത് നമ്മൾ പല ഗീതാവ്യാഖ്യാതാക്കളും പല ഗീതാ പണ്ഡിതന്മാരും കണ്ട് ഇൻവേർട്ടഡ് കോമയിൽ പറയുകയാണ്, പലരും ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിലെല്ലാം മിക്കവാറും പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് സേനയോരു ഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത സേനകളുടെ നടുവിൽ എൻ്റെ രഥം കൊണ്ടുപോയി നിർത്തിയാലും സേനയോരു ഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത എൻ്റെ രഥം ഈ 2 സേനകളുടെ നടുവിൽ കൊണ്ട് നിർത്തൂ, ഞാൻ കാണട്ടെ ആരൊക്കെയാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, ഈ വില്ലാളി വീരനായ ലോകൈക വീരനായ അർജുനനെ ആരാണ് നേരിടാൻ വന്നിരിക്കുന്നത് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞുവെന്നും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ മുതലാണ് അർജുനനിൽ ഭയം ഉണ്ടായതെന്നാണ് പറയുന്നത്. മിക്കവാറും വ്യാഖ്യാതാക്കൾക്ക് പറ്റുന്ന ഒരു അബദ്ധം ഇവിടെയാണ്. ആളുകൾ അപ്പോൾ ഇത് വായിക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കും? അതുവരെ വില്ലാളി വീരനായിരുന്ന, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിന്നിരുന്ന, യുദ്ധത്തെ അനുകൂലിച്ചിരുന്ന വളരെ ശക്തനായൊരു വ്യക്തി പെട്ടെന്ന് തേർത്തട്ടിൽ തളർന്നിരുന്നു എന്ന ചിന്ത ഉണ്ടാകും. അത് തെറ്റായ ചിന്താഗതിയാണ്. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തി ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഗീതാശാസ്ത്രത്തിൻ്റെ ആത്മീയമായ ഉൾക്കാഴ്ച പോലും വികലമായേ നമുക്ക് ലഭിക്കൂ. അതാണ് പ്രശ്നം. ഇവിടെ 1-ാം അധ്യായത്തിൽ അർജുനൻ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഒരിക്കൽ അർജുനൻ കേട്ട കാര്യങ്ങളാണ്. ആരിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ്? അത് നമുക്ക് പറയാം. ഇവിടെ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ, കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ്റെ, അംബ പാർവതീദേവിയുടെ, ശ്രീ ഗണേശ്വരൻ്റെ, ശ്രീ സുബ്രഹ്മണ്യൻ്റെ, ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ, സിദ്ധഗുരുവായ ദത്താത്രേയൻ്റെ എല്ലാം അനുഗ്രഹത്തോടുകൂടി നമ്മൾ ഗീതയുടെ ആദ്യത്തെ ശ്ലോകമൊന്ന് ചൊല്ലാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ചോദ്യചിഹ്നത്തിൽ തുടങ്ങി ആശ്ചര്യചിഹ്നത്തിൽ അവസാനിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയാൻ വേണമെങ്കിൽ. ഒരു ചോദ്യചിഹ്നത്തിൽ തുടങ്ങി ആശ്ചര്യചിഹ്നത്തിൽ അവസാനിക്കുന്ന ഒരു ആത്മീയ സാംസ്കാരിക ചരിത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആദ്യത്തെ ചോദ്യം ഇതാണ്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ. ഇവിടെ ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാര്യമുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഇപ്പോഴും അവിടെയുണ്ട്. ഭൂഭാഗം അവിടെയുണ്ട്, ആർക്കും പോയി കാണാം. ആ ഭൂഭാഗം ഈ യുദ്ധം നടക്കുന്നതിന് മുൻപ് അനേകം തവണ അനേക യജ്ഞങ്ങൾക്ക് വേദിയായിരുന്നു. യജ്ഞങ്ങൾ ചെയ്യുന്ന ഇടത്തിൻ്റെ പേരാണ് പുണ്യഭൂമി എന്നത്. അപ്പോൾ ഗീതയിൽ യുദ്ധത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം വരം അവരം എന്ന് യാഗത്തെ 2ആയിട്ട് വേദം തിരിക്കുന്നുണ്ട്. വര യാഗം, അവരയാഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരം അവരം എന്ന് പറയുന്ന 2 തരം യാഗങ്ങളിലും ഒന്നിൽ കാമ്യമാണെങ്കിൽ മറ്റൊന്ന് നിഷ്കാമമാണ്. ഈ യുദ്ധം സത്യത്തിൽ എന്ത് തരം യാഗമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ധർമ്മക്ഷേത്രം എന്ന് വിളിച്ചിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. പുണ്യഭൂമി എന്നാണ് ധർമ്മക്ഷേത്രം. ക്ഷേത്രം എന്ന ശബ്ദത്തിന് വയൽ, ഭൂമി, ഇടം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇതൊരു പരന്ന ഭൂമിയാണ്. എന്തിനാണ് പരന്ന ഭൂമി? ശത്രുപക്ഷത്തിന് രണ്ടിനും പരസ്പരം നേരെ കാണാനും നേരിട്ട് അടരാടാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അങ്ങനെ നേരിട്ട് അടരാടാനുള്ള സൗകര്യം കൊടുക്കുന്ന പരന്ന ഈ വിശാല ഭൂമിയിൽ ഇത് ധർമ്മക്ഷേത്രം കൂടിയാണ്. എന്തുകൊണ്ട് ധർമ്മക്ഷേത്രമാണിത്? ഇവിടെ ഈ യുദ്ധം നടക്കുന്നതിന് മുൻപ് അനേകം തവണ പല മഹാന്മാരും യാഗം നടത്തി പുണ്യഭൂമിയാക്കി ചെയ്തിട്ടുള്ള പുണ്യഭൂമിയായതുകൊണ്ട് ധർമ്മക്ഷേത്രം എന്ന വിശേഷണം വന്നിരിക്കുന്നു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ. യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്നവരാണ്. ആരൊക്കെയാണ്? മാമകാഹ് എന്ന് ധൃതരാഷ്ട്രർ പറയാണ്. എൻ്റെ മക്കളും എൻ്റെ കുടുംബക്കാരും എൻ്റെ മക്കൾ മാമകാഹ്. പാണ്ഡവാശ്ചൈവ, പാണ്ഡുപുത്രന്മാരും എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ പുത്രന്മാരും
എന്ന് പറയാണ്. രണ്ട് പക്ഷങ്ങൾ അവതരിപ്പിക്കുകയാണ്. കി മക്കുറുവത, അവരെന്ത് ചെയ്തു, അവിടെ എന്താണ് നടന്നത്, അവരെന്താണ് ചെയ്തത് എന്ന് ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്. ധൃതരാഷ്ട്രരുടെ അന്ധൻ്റെ ചോദ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആത്മീയ ശാസ്ത്രമാണ് ഭഗവത്ഗീത. നമ്മളെല്ലാം പ്രായേണ അന്ധരാണ്. ഭൗതികമായി നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയോ തെറ്റോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. നാളെ എന്തും നമുക്കറിയില്ല. ദീർഘവീക്ഷണമില്ല. എല്ലാ തരത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. മനുഷ്യൻ അന്ധനാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഡയോജനീസ് അതുകൊണ്ടാണ് ഈ ഒരു വിളക്കെടുത്തിട്ട് പട്ടാപ്പകൽ എല്ലാ മനുഷ്യരുടെയും അടുത്ത് കൊണ്ടുപോയി മുഖത്തിനടുത്ത് വെച്ചിട്ട് ചോദിച്ചത്, മനുഷ്യനുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചത്. We are blind in the broad daylight. We are blind not by birth, but by work and activity. We are blind by thought. ചിന്ത കൊണ്ട് നമ്മൾ അന്ധരാണ്. ദർശനമില്ലായ്മയാണ് അന്ധത. അന്ധത എന്നത് ബാഹ്യമായ ചക്ഷുസിൻ്റെ പ്രശ്നമല്ല. അന്ധത ഉൾക്കാഴ്ചയില്ലായ്മയാണ്. When you lack inner vision, when you lack the darshana, you become blind man. ഇവിടെ ധൃതരാഷ്ട്രർക്ക് രണ്ടും പറ്റിപ്പോയി. ബാഹ്യാന്ധതയും ആന്തരികമായ ഇരുട്ടും അദ്ദേഹത്തെ ഗ്രസിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. അപ്പം എന്നിട്ടും അന്ധൻ്റെ ചിന്തയിൽ എൻ്റെ മക്കളും എന്ന ചിന്തയിൽ തെറ്റപ്പോഴും അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം വളരെ സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടത്, ഈ സഞ്ജയനും ധൃതരാഷ്ട്രവും തമ്മിൽ നടക്കുന്ന ഈ ചർച്ചയുടെ മുൻപ്, അതായത് യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം ഭീഷ്മർ വീണുപോയതിന് ശേഷം യുദ്ധം ഇതോടുകൂടി ഇതിൻ്റെ ഒട്ടുമുക്കാലും കഴിഞ്ഞു എന്ന് കണ്ട് ഈ വിവരങ്ങൾ അന്ധനായ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന റിപ്പോർട്ടറാണ് സഞ്ജയൻ. ഇനിയൊരു കാര്യം, പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് പെട്ടെന്ന് അവിടെ യുദ്ധമുഖത്ത് കണ്ട വിഹ്വലതയിൽ നിന്ന് സ്വന്തം ബന്ധുക്കളെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന പേടി കൊണ്ട് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്, തെറ്റിദ്ധാരണയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഭീഷ്മരുടെയും വിതുരരുടെയും ഉപദേശം, നിരന്തരമായ ഉപദേശം കേട്ട് അന്ധനായ ധൃതരാഷ്ട്രക്ക് തോന്നുകയാണ് എൻ്റെ മക്കളും കുടുംബവും നശിച്ചു പോയേക്കുമോ എന്ന പേടി കൊണ്ട് സഞ്ജയനെ പറഞ്ഞു വിടുന്നുണ്ട് കാട്ടിലേക്ക്. വനവാസത്തിലായിരുന്ന പാണ്ഡവന്മാരുടെ അടുത്ത് യുദ്ധം ഒഴിവാക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടി സഞ്ജയനെ പറഞ്ഞു വിടുന്നുണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്. അതും ധൃതരാഷ്ട്രർ മുൻകൈ എടുത്ത് ചെയ്തതല്ല. ധൃതരാഷ്ട്രർക്ക് അങ്ങനെ ബുദ്ധിയില്ല. അദ്ദേഹം അന്ധനാണ്, ദർശനമില്ലാത്തവനാണ്. അദ്ദേഹത്തിന് തോന്നിപ്പിച്ചത് ജ്ഞാനിയായ ബ്രഹ്മചാരിയായ ഭീഷ്മരും വിതുരരുമാണ്. ജ്ഞാനിയായ വിതുരരുമാണ്. ഈ രണ്ടുപേരും പറഞ്ഞു, നോക്കൂ, നമ്മൾ എത്ര വലിയ പടയാണെങ്കിലും രാജാധികാരമുണ്ടെങ്കിലും യുദ്ധത്തിൽ നമ്മൾ തോൽക്കും. മാത്രവുമല്ല, ഒന്നോർത്തോളൂ, ഈ കർമ്മഫലമുണ്ടല്ലോ, ഇത് നമ്മുടെ അവസാനത്തെ ആളെയും വംശത്തെയും ഇല്ലാതാക്കി നശിപ്പിച്ചേ പോകൂ. യുദ്ധം ജയിച്ചാലും തോറ്റാലും അനുഭവിക്കാനുള്ള സുഖമുണ്ടാവില്ല കേട്ടോ. എല്ലാം നാശത്തിലേക്കാണ്. യുദ്ധം നാശത്തിന് കാരണമാണ് എന്ന് സ്പഷ്ടമായി ഭീഷ്മാചാര്യരുടെയും വിതുരരുടെയും വാക്യം കേട്ടിട്ടാണ് ധൃതരാഷ്ട്ര സഞ്ജയനെ പാണ്ഡവരുടെ പക്ഷത്തേക്ക് കാട്ടിലേക്ക് പറഞ്ഞയക്കി ദൂതുവിടുന്നത്. സഞ്ജയനെ ദൂതുവിടാനൊരു കാരണമുണ്ട്. സഞ്ജയൻ സാത്വികനാണ്, സഞ്ജയൻ സത്യസന്ധനാണ്, സഞ്ജയൻ പാണ്ഡവർക്ക് ആചാര്യതുല്യനാണ്. പാണ്ഡവർക്ക് വിശേഷമായി ബഹുമാനമുള്ളയാളാണ് സഞ്ജയൻ. ശ്രീകൃഷ്ണൻ്റെയും ദ്രുപദ മഹാരാജാവിൻ്റെയും മറ്റും സാന്നിധ്യത്തിൽ പാണ്ഡവരോട് കൃത്യമായി യുദ്ധമുണ്ടാക്കുന്ന കെടുതികളെപ്പറ്റി നമ്മുടെ വംശത്തിൽ ആരും അവശേഷിക്കുകയില്ല, യുദ്ധം കൊണ്ട് ഗുരുജനങ്ങളെ കൊന്നാൽ പാപമാണ്, ബന്ധുജനങ്ങൾ കൊല്ലപ്പെട്ടാൽ പാപമാണ്, രക്തച്ചൊരിച്ചിൽ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നീ ദൂത് വിശദമായി അർജുനൻ പറയുന്ന അതേ വാക്കുകൾ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അർജുനൻ കേട്ടിട്ടുണ്ട്. അന്ന് സഞ്ജയൻ്റെ വാക്യങ്ങളെ കേട്ടിട്ടാണ് അതുവരെ യുദ്ധം ചെയ്ത് പക വീട്ടണമെന്ന് കരുതി അർജുനൻ്റെ ഉള്ളിൽ അർജുനൻ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. അർജുനൻ്റെ ഉള്ളിൽ തോന്നിയത് ശരിയാണ്, ഇതൊക്കെ നേടിയിട്ട് എന്ത് കാര്യം,
ഈ ഗുരുജനങ്ങളെ ഞാൻ അമ്പെയ്ത് കൊന്നിട്ട് എന്ത് കാര്യം, ഈ ഗുരുജനങ്ങളെ ഞാൻ വെട്ടിക്കൊന്നിട്ട് എന്ത് കാര്യം, എന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച മഹാന്മാരെ ഞാൻ കൊന്നിട്ട് എന്ത് കാര്യം, ഭീഷ്മരെ പോലെ മഹാനെ കൊന്നിട്ട് എന്ത് പുണ്യം നേടാനാണ്, ദ്രോണരെ കൊന്നിട്ട് എന്ത് നേടാനാണ്, കൃപാചാര്യരെ കൊന്നിട്ട് എന്ത് നേടാനാണ്, എൻ്റെ തന്നെ ബന്ധുജനങ്ങൾ, എൻ്റെ തന്നെ ഗുരുജനങ്ങൾ, എൻ്റെ ബാന്ധവം, ഇവരെല്ലാം ഞാൻ കൊന്നിട്ട് എന്ത് നേടിയാൽ എന്താണ് എന്നൊക്കെയുള്ള ധർമ്മവാദങ്ങൾ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥവാദങ്ങൾ അർജുനൻ്റെ ഉള്ളിൽ ആദ്യം കയറുന്നത് സഞ്ജയനിൽ നിന്നാണ്. സഞ്ജയൻ ധൃതരാഷ്ട്ര ദൂത് പോയതുകൊണ്ട് ആ കേൾവിയിലാണ് ഈ ചോദ്യങ്ങളിലെല്ലാം ഓർഡർ ബൈ ഓർഡർ അവിടെ ഒട്ടിക്കഴിഞ്ഞു ഓൾറെഡി. മഹാഭാരത യുദ്ധത്തിൽ പശ്യ കണ്ടോളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് അത് ഓർമ്മ വന്ന് ഒന്നായി വീണു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം പറയട്ടെ, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഒരിക്കലും നിന്നെ ഒന്നിനും കൊള്ളില്ലടാ, നീ നശിച്ചു പോവും എന്നൊന്നും പറയരുതെന്ന് പറയാൻ കാരണം, കുട്ടികൾ നമ്മൾ ഒരു പക്ഷേ ആഴത്തിൽ ചിന്തിക്കാതെ പ്രയോഗിച്ച ചില വാക്കുകളുടെ അർത്ഥം അറിയാതെ അവരുടെ ഉള്ളിൽ പതിയും. ഒരു സാഹചര്യം വരുമ്പോൾ, അതായത് ജീവിതത്തിലൊരു മത്സരം നേരിടേണ്ടി വരുമ്പോൾ അവരുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ ആ കെട്ട വാക്കായിരിക്കും അവരെ നയിക്കുക, അവരുടെ ശക്തി ചോർത്തിക്കളയുക, അവരെ തോൽപ്പിക്കുക. അതായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഈ കുരുക്ഷേത്രത്തിൽ, ഈ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്ന ചോദ്യം വരുന്നത് അവിടെയാണ്. സഞ്ജയൻ പ്രത്യേകതകളുള്ളയാളാണ്. സഞ്ജയൻ എന്തുകൊണ്ട് ഈ യുദ്ധത്തെപ്പറ്റി സഞ്ജയൻ ഒന്ന് പറയുന്നു എന്ന് വെച്ചാൽ, വ്യാസാചാര്യരുടെ വിശേഷ അനുഗ്രഹം സഞ്ജയനുണ്ട്. എന്താണ് അനുഗ്രഹം? ഈ സഞ്ജയന് യുദ്ധത്തിൽ ത്രിമാന കാഴ്ച സാധ്യമാണ്. മറ്റുള്ളവർക്കെല്ലാം നിൽക്കുന്നിടത്തെ കാഴ്ചയിലേ കാണുള്ളൂ. സഞ്ജയന് എവിടെ ആരൊക്കെ തമ്മിൽ അടരാടി, ആരൊക്കെ മരിച്ചു വീണു, ആരൊക്കെ എന്തൊക്കെ രഹസ്യം പറഞ്ഞു എന്ന് വരെ സഞ്ജയന് കേൾക്കാം. സഞ്ജയ ഹാസ് ക്ലയർവോയൻസ് ആൻഡ് ടെലിപ്പതി. സഞ്ജയന് വിദൂര ശബ്ദങ്ങൾ കേൾക്കാം. സഞ്ജയന് എത്ര യോജന ദൂരെ യുദ്ധം നടന്നാലും അത് കാണാം. ആരൊക്കെ തമ്മിൽ അടരാടി എന്ന് കാണാം. സഞ്ജയൻ ആയിരുന്നു, ഒരു നേരം പോക്കായിട്ട് പറഞ്ഞാൽ, ദ ഫസ്റ്റ് എവർ ജേർണലിസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തെ ആദ്യത്തെ ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ സഞ്ജയനെ പറയാം, നാരദനല്ല. കാരണം ശരിയായ ജേർണലിസ്റ്റിൻ്റെ പണി എന്താണ്? യഥാതഥം വാർത്ത അവതരിപ്പിക്കുക എന്നുള്ള, തൻ്റെ മസാല ചേർക്കാതെ, തൻ്റേതായിട്ടൊന്നും ചേർക്കാതെ യഥാതഥം സത്യസന്ധമായി റിപ്പോർട്ടിംഗ് നടത്തിയ ആദ്യത്തെ ആൾ സഞ്ജയനാണ്. അതിനുള്ള അനുഗ്രഹം വ്യാസാചാര്യർ കൊടുത്തിട്ടുണ്ട്. സഞ്ജയൻ എല്ലായിടത്തും യുദ്ധമുഖത്ത് മുഴുവൻ നടക്കാം, എവിടെ വേണമെങ്കിലുമുള്ള എന്തും കാണാം കേൾക്കാം എന്നുള്ളത് സഞ്ജയൻ്റെ പ്രത്യേകതയാണ്. മാത്രവുമല്ല, സഞ്ജയന് മറ്റു ശത്രുക്കൾ ആര് പ്രയോഗിക്കുന്ന അസ്ത്രവും ഏൽക്കില്ല. സഞ്ജയന് ഒരു പരിക്കും പറ്റില്ല. ആർക്കും സഞ്ജയനെ പരിക്കേൽപ്പിക്കാൻ സാധിക്കില്ല യുദ്ധഭൂമിയിൽ. ഇങ്ങനെയുള്ളൊരു വിശേഷ അനുഗ്രഹം വ്യാസഭഗവാൻ നൽകിയതുകൊണ്ടാണ് സഞ്ജയൻ റിപ്പോർട്ടറായത്. 10ാമത്തെ ദിവസം, യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം വരെ സഞ്ജയൻ യുദ്ധഭൂമിയിലാണ്. യുദ്ധഭൂമിയിൽ ഭീഷ്മാചാര്യർ വീണ് കഴിഞ്ഞപ്പോൾ, യുദ്ധത്തിൻ്റെ ഏകദേശം ചിത്രം കിട്ടിയപ്പോൾ വന്നിട്ട് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന രംഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. തുടക്കം അങ്ങനെയാണ് ഗീതയുടേത്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. പിന്നെ ഈ പറഞ്ഞ ഈണത്തിൽ ചൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സാധാരണ രീതിയിൽ ചൊല്ലിപ്പോവാം. ഈണത്തിൽ ചൊല്ലുമ്പോൾ പലപ്പോഴും പദം പിരിക്കുന്നിടത്ത് തെറ്റുകൾ വരുത്തുന്നതായിട്ട് കാണാറുണ്ട് കുട്ടികൾ. അതുകൊണ്ട് അത് വേണ്ട എന്നാണ് എൻ്റെ ചിന്താഗതി. വേണമെങ്കിൽ അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. അപ്പോൾ അതിന് മറുപടിയായിട്ട് സഞ്ജയൻ പറയുകയാണ്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. എന്താണ്? ദൃഷ്ട്വാ തു പാണ്ഡവാനീകം. ഇപ്പോൾ ആദ്യത്തെ സീൻ പറയാണ്. ഇദ്ദേഹം കണ്ട കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. റിപ്പോർട്ടിങ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പാണ്ഡവന്മാരുടെ ആനീകത്തെ കണ്ടിട്ട്, സൈന്യത്തെ കണ്ടിട്ട്, ആനീകം സൈന്യം, പാണ്ഡവ സൈന്യം അണിനിരന്ന് നിൽക്കുന്നത് കണ്ടിട്ട്, ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. അപ്പോൾ ദുര്യോധനൻ, രാജാവായ ദുര്യോധനൻ എന്തു പറഞ്ഞു? ആരെ സമീപിച്ചു? ആചാര്യമുപസംഗമ്യ. ഇവിടെ ആചാര്യൻ ആരാണ്?
ദ്രോണാചാര്യരാണ്. ദ്രോണാചാര്യരെ പോയി അടുത്ത് പോയിട്ട് പറയുകയാണ്. ഈ ദുര്യോധനൻ്റെ ഒരു പ്രത്യേകതയുള്ള ആളാണ്. അതെന്താണെന്ന് വെച്ചാൽ, ദുര്യോധനൻ യുദ്ധത്തിൻ്റെ സകല മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആണ് ആദ്യം മുതലേ പെരുമാറിയിരുന്നത്. ഇപ്പോൾ യുദ്ധമുഖത്ത് വന്നപ്പോൾ ദുര്യോധനൻ്റെ ഉള്ളിൽ ഒരു കാര്യം പറയാം. ഞാൻ ആദ്യം കഴിഞ്ഞ ശ്രീകൃഷ്ണ രസായനം എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഏതൊക്കെ തെറ്റുകളോ ശരിയോ നമ്മൾ ചെയ്താലും മറ്റാരും അത് കണ്ടില്ലെങ്കിലും 14 സാക്ഷികൾ അപ്പോഴും ഉണ്ടാവുമെന്ന്. ഏറ്റവും പ്രബലനായ സാക്ഷി സ്വന്തം മനസാക്ഷി ഹൃദയമാണെന്നും ഞാൻ പറഞ്ഞു. ഇത്രയും അക്ഷൗഹിണി പടകളെ ശ്രീകൃഷ്ണൻ പോലും കൊടുത്തിട്ടും ദുര്യോധനനിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നില്ല. എൻ്റെ കയ്യിൽ ഇത്രയും വലിയ പടയുണ്ട്, ഇത്രയും കർണനെ പോലെ പ്രബലനായ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടി, എന്നിട്ടും ഞാൻ പര്യാപ്തനല്ല, അപര്യാപ്തനാണെന്നൊരു തോന്നൽ ദുര്യോധനൻ്റെ ഉള്ളിലുണ്ട്. അത് ദുര്യോധനന് മാറ്റാൻ സാധിക്കില്ല. കാരണം ദുര്യോധനൻ അധർമ്മം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അധർമ്മം ചെയ്തവന് എപ്പോഴും എത്ര കോൺഫിഡൻസ് അവൻ പുറത്ത് കാണിച്ചാലും അധർമ്മം ചെയ്തവൻ ഉള്ളിൽ ഭയക്കുന്നവനായിരിക്കും. ഇതൊരു അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. നമ്മൾ ഒരിക്കലും ഭയക്കരുത് എന്ന് പറയാൻ കാരണം, നമ്മൾ ധർമ്മം ചെയ്യുന്നവരായാൽ അധർമ്മം ചെയ്തിട്ടുള്ളവൻ നിശ്ചയമായും പരാജയപ്പെടും നമ്മൾ അങ്ങോട്ട് മുട്ടാൻ നോക്കിയാൽ. അതിന് കാരണം അയാളുടെ ഉള്ളിൽ അയാളെപ്പോലും അറിയാതെ ഭരിക്കുന്ന അധർമ്മത്തിൻ്റെ ചിന്തയുണ്ട്. അയ്യോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് അയാളുടെ ഉള്ളിൽ അറിയാതിരിക്കില്ല. അങ്ങനെയുള്ള മനസ്സാണ് ദുര്യോധനൻ്റേത്. അതുകൊണ്ട് അദ്ദേഹം ആചാര്യനായ ദ്രോണാചാര്യടുത്ത് പറയുകയാണ്, ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അങ്ങനെ പറഞ്ഞു, പാസ്റ്റാണ്, അബ്രവീത്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പാസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ പറഞ്ഞു, അബ്രവീത്, അങ്ങനെ പറഞ്ഞു, അപ്രകാരം പറഞ്ഞു. എന്താ അത് പാസ്റ്റിലാണ് പറയുന്നത്. 10 ദിവസത്തെ യുദ്ധത്തിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തുകയാണ് ഇവിടെ, കണ്ടത് പറയുകയാണ്. അപ്പോൾ പാസ്റ്റിലാണല്ലോ പറയുക. ശരി, എന്താ വന്ന് പറഞ്ഞത്? ദ്രോണാചാര്യരുടെ അടുത്ത് എന്താണ് ഈ രാജാവായ ദുര്യോധനൻ എന്ന് പറഞ്ഞത്? അത് നാളെ പറയാൻ തോന്നുന്നു. സമയം എത്രയായി? ഒരുപാട് സമയം വൈകി. ഇനിയിപ്പോൾ നാളെ പറയാം. എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞിരുന്നു. പാട്ട് പാടാം. അപ്പോൾ നമ്മൾ വലിയ ഗായകനല്ലാത്തതുകൊണ്ട് പാടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമോ ലാഭമോ ഇല്ല. നിങ്ങൾക്ക് വിഷമമുണ്ടാവും. മുഗര ഭൂലലാ മുഗര ഭൂലലാ മുഗര ഭൂലലാ മുഗര ഭൂലലാ भूले वेचिता बहरू कलिया सियाला मुगरा भूलला मुगरा भूलला इवले से रोपा लावियेले द्वारी इवले से रोपा लावियेले द्वारी तयाचा वेलू गेला गगनावेरी तयाचा वेलू वेला गगनावेरी मुगरा भूलला मुगरा भूलला मनाचिये गुमती गुंभियला शेला मनाचिये गुमती गुंभियला शेला बाप रखमा देवी वरी विठ्ठले अर्पिला मुगरा भूलला मुगरा भूलला मुगरा भूलला मुगरा भूलला भूल वेचिता बहरू करियासी आला मुगरा भूलला मुगरा भूलला അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.